ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പണിയുന്ന മൂത്തകുന്നം പാലത്തിന്റെ 2 തൂണുകൾ താഴ്ന്നു. ഇതോടെ പാലത്തിന് മുകളിലെ കോൺക്രീറ്റിംഗ് നിർത്തിവച്ചു. പുതിയ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പണിയുന്ന മൂത്തുകുന്നം BP തുരുത്ത് പാലത്തിന് 2 തൂണുകളാണ് താഴ്ന്നത്. പൈലിംഗിന്റെ തകരാറാണെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം പുഴയിൽ മത്സ്യബന്ധനം നടത്തിയ മത്സ്യത്തൊഴിലാളികളാണ് ഇത് കണ്ടെത്തിയത്. പാലത്തിന്റെ 7ാം പില്ലറിനെ താങ്ങി നിർത്തുന്ന 2 തൂണുകളാണ് 1 മീറ്ററോളം താഴേക്ക് ഇരുന്നുപോയത്. ഡൽഹി ഓറിയന്റൽ സ്ട്രക്ചർ എന്ന എഞ്ചിനീയേഴ്സ് കമ്പനിയാണ് ഇടപ്പള്ളി മൂത്തുകുന്നം റീച്ചിൽ നിർമ്മാണം നടത്തുന്നത്. എന്നാൽ പൈലിംഗ് ആലുവയിലെ മറ്റൊരു കമ്പനിയെയാണ് ഇവർ ഏൽപ്പിച്ചിരുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കമ്പനി അധികൃതർ എത്തി വിശദമായി പരിശോധന നടത്തി. തൂണുകൾ താഴ്ന്നതോടെ പാലത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചും ആശങ്കയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പുതിയ NH 66 പാലത്തിന്റെ മൂത്തകുന്നം BP തുരുത്ത് പാലം അതിന്റെ വടക്കേറ്റമാണ് ഈ സംഭവം. 4ാമത്തെ പില്ലർ ഇരുന്നാക്കണം. പുതിയ പാലത്തിന്റെ 4ാമത്തെ പില്ലർ 1 മീറ്ററോളം ഇരുന്നിട്ടുണ്ട് താഴേക്ക്. അതിന്റെ പേരിലാണ് ഇപ്പോൾ അതായത് മുന്നേ ഇതിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഈ പാലത്തിന് ആദ്യം ഇതുപോലെ തന്നെ മറ്റേ അടന്നു പോയിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പെട്ടെന്ന് ഇരുന്നാക്കണത്. അതായത് കോൺക്രീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇരുന്നാക്കണത്. അപ്പോൾ ഇനി വരാൻ പോണ കാലം ഓവർലോഡ് വരും. അപ്പോൾ എന്താവെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഇപ്പോഴത്തെ നിലവിൽ അങ്ങനെയാണ് കണ്ടീഷൻ കാണുന്നത്. ആശങ്കയുണ്ട്. ഈ പാലം മാത്രമല്ല, നമ്മുടെ സർവീസ് റോഡ് വരുമ്പോൾ ഹൈറ്റ് ഉണ്ട്. അത് കട്ട പൊക്കിയാണ് ചെയ്യണത്. അത് സർവീസ് റോഡിൽ വീടൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. അങ്ങനത്തെ ഒരു ആശങ്ക എല്ലാവരും ഉണ്ട്. പഴയ പറഞ്ഞ നിലയിൽ കുഴപ്പം കാണില്ല. അല്ലെങ്കിൽ നേരത്തെ ഇടിഞ്ഞു പോയത് ഇത്ര ഒരു 30 കൊല്ലം ആയിട്ട് ഇതുണ്ട്. 40-35 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിനിപ്പോൾ ഒരു 2 മാസം വരെ ഗ്യാരണ്ടി ഇല്ല ഈ പാലത്തിന്. ചുരുക്കി പറഞ്ഞാൽ 2 മാസം ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ 2 മാസമായിട്ട് തുടങ്ങിയിട്ട് അപ്പോഴേക്കും ഇത് ഇടിഞ്ഞു പോയി. അതായത് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി വരാൻ പോണ ലോഡുകൾ വേറെയാണ്. അതായത് വെയിറ്റ് കൂടിയ വാഹനമാണ് പോണത്. അപ്പോൾ എങ്ങനെ ആവും എന്നൊന്നും അറിയാൻ പറ്റൂല.